വിഴിഞ്ഞം തുറമുഖം കമ്മീഷനിംഗ് പൂർത്തിയായതോടെ എയറിലായിരിക്കുന്നത് ഒരാൾ മാത്രമാണ്. BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ. നേരത്തെ കൊച്ചി മെട്രോ ഉദ്ഘാടന വേളയിൽ പ്രധാനമന്ത്രി മോദിക്കൊപ്പം സഞ്ചരിച്ച് എയറിലായ കുമ്മനം രാജശേഖരന്റെ അതേ വിധിയാണ് രാജീവ് ചന്ദ്രശേഖരനെയും കാത്തിരിക്കുന്നത്. അന്ന് ക്ഷണിക്കാതെ മെട്രോയിൽ കയറിയ കുമ്മനത്തെ ഓർമ്മിപ്പിച്ച് പിന്നീട് കുമ്മനടി എന്ന വാക്ക് പോലും മലയാള ഡിക്ഷണറിയിൽ ഉണ്ടായി എന്നതാണ് സത്യം. എന്തായാലും അന്ന് കുമ്മനം ഏറെ നാൾ കഴിഞ്ഞാണ് എയറിൽ നിന്നും താഴെ ഇറങ്ങിയത്. അതുപോലെ വിഴിഞ്ഞം തുറമുഖം രാജ്യത്തിന് സമർപ്പിക്കുന്ന ചടങ്ങിൽ വേദിയിൽ ആള് നിറയും മുമ്പേ തന്നെ സീറ്റ് പിടിച്ച് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരും പതുക്കെ പറന്നു തുടങ്ങിയിട്ടുണ്ട്. ഒറ്റയ്ക്കായിരുന്നത് കൊണ്ടുള്ള ബോറടി മാറ്റാൻ സദസ്സിൽ നിന്നുയർന്ന മുദ്രാവാക്യങ്ങൾ ഏറ്റുവിളിച്ച് പരിപാടി കളറാക്കാനും രാജീവ് ചന്ദ്രശേഖർ മറന്നില്ല. സോഷ്യൽ മീഡിയയ്ക്ക് പുതിയൊരു ട്രോൾ മെറ്റീരിയൽ കിട്ടിയിരിക്കുകയാണ് BJP സംസ്ഥാന അധ്യക്ഷൻ വഴി. വിഴിഞ്ഞത്ത് രാജീവ് ചന്ദ്രശേഖർ കയറിയിരുന്നത് അർഹതയില്ലാത്തിടത്താണ് എന്ന കാര്യത്തിൽ ആർക്കും സംശയമില്ല. ഏതെങ്കിലും ഭരണഘടനാ പദവി രാജീവ് ചന്ദ്രശേഖർ വഹിക്കുന്നില്ല. BJPയുടെ കേരള പ്രസിഡന്റ് മാത്രമാണ് അദ്ദേഹം. അങ്ങനെയുള്ള ഒരാൾക്ക് പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്നുള്ള നിർദ്ദേശപ്രകാരം വേദിയിൽ സ്ഥാനം കൊടുക്കുന്നത് അംഗീകരിക്കാൻ ആകില്ല എന്നുള്ളതാണ് മറ്റുള്ള രാഷ്ട്രീയ പാർട്ടികൾ പറയുന്നത്. വേദിയിൽ കസേര കെട്ടിയ രാജീവ് ആകട്ടെ സംസ്ഥാന സർക്കാരിന്റെ അഭിമാനമായൊരു പദ്ധതിയുടെ ഉദ്ഘാടന ചടങ്ങ് BJP പരിപാടിയാക്കി മാറ്റാൻ ശ്രമിക്കുകയാണ് ചെയ്തത്. കേരളത്തിന്റെ മന്ത്രിമാരടക്കം സദസ്സിലിരിക്കുമ്പോഴാണ് കേന്ദ്രം ഭരിക്കുന്ന പാർട്ടിയുടെ സംസ്ഥാന നേതാവിനെ വേദിയിൽ കയറ്റിയത്. സംസ്ഥാന പൊതുമരാമത്ത് മന്ത്രി PA മുഹമ്മദ് റിയാസ് രാജീവ് ചന്ദ്രശേഖരന്റെ പ്രകടനങ്ങൾ മാധ്യമങ്ങൾക്ക് കാണിച്ചു കൊടുത്തിരുന്നു. രാജീവിന്റെ വേദിയിൽ ഒറ്റയ്ക്കുള്ള ഇരിപ്പും മുദ്രാവാക്യം വിളിയും മന്ത്രിയുടെ പരിഹാസപൂർണമായ വിവരണത്തിലൂടെ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ അത് വൈറലായിരിക്കുകയാണ്. ധനകാര്യമന്ത്രി ഉൾപ്പെടെ സദസ്സിലിരിക്കുകയാണ്. എന്നാൽ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ എത്രയോ നേരത്തെ വന്ന് വേദിയിലിരിക്കുകയാണ്. പ്രധാനമന്ത്രിയുടെ ഓഫീസ് അത് നേരിട്ട് ഇടപെടുകയാണ്. ജനാധിപത്യ വിരുദ്ധമാണ് ഇത്. അവിടെ ഇരിക്കുന്നതിൽ അല്പം മാന്യത കാണിക്കണ്ടേ? ഇതൊക്കെ അല്പത്തരമാണെന്ന് പ്രത്യേകം പറയേണ്ട കാര്യമില്ലെന്നും മുഹമ്മദ് റിയാസ് വ്യക്തമാക്കുന്നു. ഇതുപോലൊരു പരിപാടിയിൽ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ അധ്യക്ഷൻ മാത്രമായൊരു വ്യക്തി മണിക്കൂറുകൾക്ക് മുൻപേ വന്നിരിക്കുകയും അവിടെ ഇരുന്ന് മുദ്രാവാക്യമൊക്കെ വിളിക്കുകയാണ്. BJPയുടെ തിരുവനന്തപുരത്ത് കിട്ടാവുന്ന എല്ലാ പ്രവർത്തകരെയും ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയിട്ടുമുണ്ട്. ഇതിനെ ജനാധിപത്യ വിരുദ്ധവും അല്പത്തരവുമായിട്ടാണ് കാണണമെന്ന് മന്ത്രി വ്യക്തമാക്കുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ ഉയർന്ന ഫ്ലക്സുകളും BJPക്ക് സമൂഹ മാധ്യമങ്ങളിൽ പരിഹാസം നേടിക്കൊടുത്തിരുന്നു. വിഴിഞ്ഞം തുറമുഖം യാഥാർത്ഥ്യമാക്കിയതിൽ കേന്ദ്ര സർക്കാരിനും പ്രധാനമന്ത്രിക്കും നന്ദി പറയുന്ന ഫ്ലക്സുകളിൽ മോദിയും രാജീവ് ചന്ദ്രശേഖറുമായിരുന്നു പ്രധാന താരങ്ങൾ. ദേശീയ മാധ്യമങ്ങളിൽ വന്ന പരസ്യങ്ങളിലും BJPയും മോദിയും മാത്രമായിരുന്നു വിഴിഞ്ഞത്തിന്റെ അവകാശികൾ എന്ന് കാണാം. തത്വത്തിൽ വിഴിഞ്ഞം തുറമുഖത്തിൽ കേന്ദ്ര സർക്കാരിനോ BJPക്കോ ഒരു പങ്കുമില്ല. കേന്ദ്ര സർക്കാർ വിഴിഞ്ഞം പോർട്ട് യാഥാർത്ഥ്യമാക്കാൻ എന്തു ചെയ്തു എന്നതിന്റെ കണക്ക് വിവരങ്ങൾ എല്ലായിടത്തും ലഭ്യമാണ്. തുറമുഖത്തിന്റെ നിർമ്മാണ ചെലവിലേക്ക് കേന്ദ്ര സർക്കാർ മുടക്കിയത് 817.8 കോടി രൂപയാണ്. എന്നാൽ ഈ തുക കേരളം തിരിച്ചടക്കേണ്ട കടമായിട്ടാണ് നൽകിയത്. ഈ 817 കോടി കൂടാതെ 5595 കോടി രൂപയാണ് സംസ്ഥാനം മുടക്കിയത്. അദാനി പോർട്ട് പ്രൈവറ്റ് ലിമിറ്റഡ് 2454 കോടിയും മുടക്കിയിട്ടുണ്ട്. ചെലവിന്റെ 70% സംസ്ഥാന സർക്കാർ മുടക്കിയ പദ്ധതിയുടെ ഉദ്ഘാടന വേദി BJP പരിപാടിയാക്കി മാറ്റാൻ ശ്രമിച്ച രാജീവ് ചന്ദ്രശേഖർ എയറിൽ ആയില്ലെങ്കിലാണ് അത്ഭുതം.